മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 348 എപ്പിസോഡിൽ വാരിറ്റ കാർബോണിക്ക എന്ന അധ്യായത്തിൻ്റെ 2ാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ പുസ്തകത്തിലുടനീളം ഞാൻ ഏതാണ്ട് എല്ലാം തന്നെ വായിച്ചിട്ടുള്ളതാണ്, വിശദമായി വായിച്ചിട്ടുള്ളതാണ്. എനിക്ക് ഏറ്റവും അധികം സന്തോഷവും ഹോമിയോപ്പതി എന്ന വിഷയത്തെക്കുറിച്ച് വലിയ അഭിമാനബോധവും ഈ വിഷയവുമായി പരിചയപ്പെടാൻ ഇടയായതിൽ, യാദൃശ്ചികമായിട്ടാണെങ്കിലും ഇടയായതിൽ അത്യധികമായ ആനന്ദവും അഭിമാനവുമൊക്കെ തോന്നിയ ചുരുക്കം ഭാഗങ്ങളിലൊന്നാണ് ഈ ഒരു പാസേജ്. ഹോമിയോപ്പതി ഔഷധങ്ങളുടെ മഹത്തായ പ്രയോഗ സാധ്യതകളെക്കുറിച്ച്, ഹോമിയോപ്പതി പ്രാക്ടീഷണറുടെ ഉന്നതമായ സ്ഥാനത്തെക്കുറിച്ചൊക്കെ കെൻ്റ് ഇവിടെ വരികൾക്കിടയിലൂടെ പറയാതെ പറയുന്നുണ്ട്. ഇത് ശ്രദ്ധാപൂർവം വായിച്ചാൽ, ശ്രദ്ധാപൂർവം ശ്രവിച്ചാൽ നിങ്ങൾക്ക് ഭാവി പ്രാക്ടീഷണേഴ്സിന്, ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക്, ഹോമിയോപ്പതിയുടെ ആരാധകർക്ക് ഒക്കെ അത്യധികമായ ആത്മവിശ്വാസവും അത്യധികമായ അഭിമാനബോധവും നിങ്ങൾക്കുണ്ടാകും. ഇവിടെ ഈ ഔഷധത്തെ സംബന്ധിച്ചാണെങ്കിൽ 2 തരത്തിലുള്ള ഇതിൻ്റെ പ്രയോഗ സാധ്യതകൾ. കുട്ടികൾ വളർച്ച മുരടിച്ചു പോകുന്നൊരവസ്ഥ, അത് വളർച്ച ജന്മനാ ഉള്ളതാകാം, എന്തെങ്കിലും കാരണം കൊണ്ട് അവരുടെ ശൈശവത്തിലോ ബാല്യത്തിലോ വന്നതാകാം. മറ്റൊന്ന് അഡ്വാൻസ് സ്റ്റേജിൽ, മധ്യവയസ്സിലേക്ക് എത്തുമ്പോൾ വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങൾ പൊടുന്നനവേ കാലം തെറ്റി അവരിൽ പ്രത്യക്ഷപ്പെടുന്നു. അതും എന്തെങ്കിലും താൽക്കാലികമുണ്ടായ എന്തെങ്കിലും അക്യൂട്ട് കണ്ടീഷൻസ് കൊണ്ടൊക്കെ ആകാം. ഇത്തരം 2 സാഹചര്യങ്ങളിലും വാരിറ്റ കാർബിൻ്റെ പ്രയോഗ സാധ്യതകളെക്കുറിച്ച് കെൻ്റ് പറയുന്നുണ്ട്. കൂടാതെ ആ ഒരു പ്രകൃതം, വാരിറ്റ കാർബ് ഒരു പേഷ്യൻ്റെ പ്രകൃതം, ഒരു ഗ്രഹണിയൊക്കെ പിടിച്ചെന്നൊക്കെ പറയില്ലേ, വളർച്ച മുരടിച്ച് ഗ്രഹണി പിടിച്ച പ്രകൃതം, ഒരു തണുപ്പൻ മട്ട്, ഒരു ചില്ലി പേഷ്യൻ്റ്, അങ്ങനെ ഒരു പൊതു ചിത്രവും കൂടി കെൻ്റ് ഇവിടെ വരച്ചിടുന്നുണ്ട്. വളരെ വളരെ മനോഹരമായ വാചകങ്ങളാണ് ഈ ഭാഗത്ത് വരുന്നത്. നമുക്ക് ശ്രമിക്കാം. വാരിറ്റ കാർബ് ഹാസ് ക്യൂർഡ് ഫാറ്റി ട്യൂമേഴ്സ്, എൻസിസ്റ്റഡ് ട്യൂമേഴ്സ്, ലംസ്, outward growths of tuberculous character, sarcoma, and it has mitigated the pains and sufferings and has prolonged life in cancerous affections. ക്യാൻസർ ബാധിതമായ സാഹചര്യങ്ങളിൽ അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് കണ്ടീഷനും മറ്റുമൊക്കെ അവരുടെ സഹനങ്ങളെ ശമിപ്പിക്കാനും സമാശ്വാസത്തോടുകൂടി ആശങ്കകളില്ലാതെ ജീവിതത്തിൻ്റെ അന്ത്യദിനങ്ങളെ അഭിമുഖീകരിക്കാനും അവർ സഹായിക്കും. ഫാറ്റി ട്യൂമേഴ്സ്, എൻസിസ്റ്റഡ് ട്യൂമേഴ്സ്, സിസ്റ്റുകൾക്കുള്ളിൽ വരുന്ന മുഴകൾ, കൊഴുപ്പിൻ്റെ അടിഞ്ഞുകൊണ്ടാകുന്ന മുഴകൾ, ലംസ്, കല്ലിപ്പുകൾ, ട്യൂബർക്കുലർ, ഒരു ക്ഷയരോഗ സ്വഭാവമുള്ള ബാഹ്യമായ വളർച്ചകൾ, സാർക്കോമ, കൈകാലുകൾ, അടിവയറ്, ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും വരാവുന്ന മാരകമായ ക്യാൻസറിൻ്റെ അർബുദത്തിൻ്റെ അവസ്ഥകൾ. ഞാൻ നേരത്തെ പറഞ്ഞ ആ ട്രാൻസ്ജെൻഡറിൻ്റെ ഒരു അവസ്ഥയ്ക്ക് ഇതുമായിട്ടൊരു സാഹചര്യം, ഒരു ബന്ധം ഉണ്ടായിരുന്നു. കാരണം അന്നെനിക്ക് അത് വായിക്കുമ്പോൾ എനിക്ക് സാർക്കോമ എന്നുള്ള വാക്കിൻ്റെ ശരിയായ അർത്ഥം പോലും എനിക്കറിയില്ല. ഇന്നിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. അന്ന് OMA കൊണ്ട് അവസാനിക്കുന്ന ഈ മെഡിക്കൽ വാക്കുകളുടെ ഉള്ളിൽ ഒരു മാലിഗ്നൻസി മിക്കവാറും ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നുള്ളൊരു പൊതു അറിവ്, ജനറൽ നോളജ് മാത്രമേ എനിക്കെന്നുള്ളൂ. ആ ഒരു രീതിയിൽ ആ ട്രാൻസ്ജെൻഡറിൻ്റെ ശരീരത്തിൽ അവരുടെ ലോവർ ലിംസിലുണ്ടായിരുന്ന ആ ഒരു മുഴയെ ഞാൻ നോക്കിക്കണ്ടത്. 2 മാസത്തിൻ്റെ നിരീക്ഷണത്തിൽ അവരുടെ സ്ഥിതി വളരെ വളരെ സമാശ്വാസകരമായിരുന്നു. അവർക്ക് വളരെയധികം ആശ്വാസമുണ്ടായി. പിന്നീട് എനിക്കത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല. ആ ക്യാൻസറസ് അഫക്ഷൻസിൽ അവരുടെ ഈ കെൻ്റ് പറയുന്ന ആ ജീവിതം നീട്ടിക്കിട്ടുക എന്നുള്ളൊരു സാഹചര്യം അവർക്കുണ്ടായിക്കാണണം എന്ന് ഞാൻ വിചാരിക്കുന്നു. മെൻ്റലി ഇറ്റ് ഈസ് വർത്തി ഓഫ് കെയർഫുൾ സ്റ്റഡി and we will see cropping out in the mental symptoms all the phases intermingled with tissue changes. അപ്പോൾ ഈ വാരിറ്റ കാർബോണിക്ക എന്നുള്ള ഔഷധത്തിൻ്റെ മെൻ്റൽ സിംറ്റംസ് പഠിക്കുമ്പോൾ, നിരീക്ഷിക്കുമ്പോൾ ഈ കലകളിൽ, കോശങ്ങളിൽ, കലകളിൽ, അവയവങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുമായിട്ട് ഇടകലർന്നു വരുന്നതാണ് അതിൻ്റെ മാനസിക ലക്ഷണങ്ങൾ.
മാനസിക ലക്ഷണങ്ങൾ അതിൻ്റെ തനതായിട്ട് അത് മാത്രമായിട്ട് അതിനൊരു അസ്തിത്വം കാര്യമായി ഈ ഔഷധത്തിലില്ല. ശാരീരിക അവസ്ഥയിൽ, കോശങ്ങളുടെ വളർച്ചയിൽ, തളർച്ചയിൽ, അതിൻ്റെ ശോഷണത്തിൽ ഒക്കെ അതുമൊക്കെ ആയിട്ട് കൂടിക്കലർന്ന് ഇടകലർന്ന് വരുന്നതാണ് ഇതിലെ മാനസിക ലക്ഷണങ്ങൾ. അപ്പോൾ അത് വളരെ ശ്രദ്ധാപൂർവം പഠിക്കേണ്ട ലക്ഷണങ്ങളാണെന്നൊക്കെ എൻ്റെ പറയുന്നത്. കെയർഫുൾ സ്റ്റഡി ഇറ്റ്സ് വർത്തി ഓഫ് കെയർഫുൾ സ്റ്റഡി. ഇറ്റ് ഈസ് ഫൗണ്ട് സ്യൂട്ടബിൾ ഇൻ മെറസ്മസ് ഫോർ ചിൽഡ്രൻ വിത്ത് enlarged glands, enlarged abdomen, emaciation of the tissues, emaciated limbs and dwarfishness of mind. You have there the whole Barrett-Jacob marasmus. ബാരറ്റാകാർബിൻ്റെതായിട്ടുള്ള ഒരു ഗ്രഹണി, ഒരു പോഷക ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരവസ്ഥ, തനതായ അവസ്ഥ. കൈകാലുകളൊക്കെ ശോഷിച്ച് പിന്നെ എന്നാൽ ഗ്രന്ഥികൾ കഴുത്തിലും മറ്റുമൊക്കെയുള്ള ഗ്രന്ഥികൾ മാത്രം വലുതായി വയറുന്തി അങ്ങനെ നിൽക്കുന്ന വളരെ ശോചനീയമായ രൂപം. ആ രൂപത്തോട് ചേർന്ന്, ആ ഒരു ശാരീരികാവസ്ഥയോട് ചേർന്ന് മാനസികമായ ഡോർഫിഷസ്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട പോലെ മനസ്സിൻ്റെ വികാസം ഉണ്ടാകാത്തൊരവസ്ഥ, ആ ശാരീരികാവസ്ഥയാണ് കൂടിക്കലർന്നു വരുന്നത്. അതാണ് ടിഷ്യൂ ചേഞ്ചസും മെൻ്റൽ കണ്ടീഷനും ഇൻ്റർമിങ്കിൾ ചെയ്യുന്നൊരവസ്ഥ എന്ന് പറയുന്നത്. അത് ബാരറ്റാകാർബിൻ്റെ തന്മയുള്ളൊരു മാനസിക മണ്ഡലമാണത്. ദ പേഷ്യൻ്റ് ഹിംസെൽഫ് ഈസ് ചില്ലി, സെൻസിറ്റീവ് ടു കോൾഡ്. ഇനി അതിൻ്റെ ഒരു ടെമ്പറേച്ചർ പറയുകയാണ്. തണുപ്പിനോട് സംവേദനക്ഷമതയുണ്ട്. ചില്ലി പേഷ്യൻ്റാണ് ബാരറ്റാകാർബ്. വാണ്ട്സ് ടു ബി വെൽ റാപ്ഡ്, എപ്പോഴും മൂടി പതിച്ച് നടക്കണം. ഞാൻ ഈ നേരത്തെ പറഞ്ഞ രോഗി, ആ ഒരു ട്രാൻസ്ജെൻഡർ, ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസമാണ്. ആ ഒരു സമയം പൊതുവെ ആ പ്രദേശത്ത് അന്നൊക്കെ പൊതുവെ തണുപ്പുള്ള ഒത്തിരി ഉയർന്ന പ്രദേശമാണ്. അപ്പം അവർ ഈ സ്ത്രീ വേഷം ധരിച്ച് നടക്കുന്നവർ അന്ന് പുതച്ച്, മിക്കവരും തന്നെ ആ സമയത്ത് പകൽ പുതച്ചൊക്കെയാണ് പുറത്തിറങ്ങുന്നത്, വിശേഷം സായാഹ്നമാകുമ്പോൾ. ഞാൻ ഇവരുടെ ചില്ലിനെസ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ പലരോടും ചോദിച്ചു, അവരെ സ്ഥിരമായിട്ട് കാണുന്നവരോട്. വേനൽക്കാലത്ത് ഒരു മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ ഇവരങ്ങനെ ഈ തരത്തിൽ പുതക്കുമായിരുന്നു. പലരൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. ഞാൻ വളരെ വളരെ അടുത്ത ആളുകളോട്, അവസാനം ആ വ്യക്തിയുടെ അമ്മയോട് അവസാനം ഞാൻ പോയി ഒന്ന് ഉറപ്പാക്കാൻ വേണ്ടി ചോദിച്ചു. അവരുടെ ചില്ലി കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു ആ വ്യക്തിയുടേത് എന്ന് കൃത്യമായൊരു ബോധ്യം ഉണ്ടായിരുന്നു. അതുകൂടി ആ ഒരു ബാരറ്റാകാർബാണെന്ന് ഉറപ്പിക്കാൻ ബാബുചേട്ടനും മറ്റുമൊക്കെ സാധിച്ചത് ആ ഒരു നിരീക്ഷണത്തിലൂടെയായിരുന്നു. മാർക്ഡ് വീക്ക്നെസ് വിത്ത് ഫീബിൾ പൾസ് ഈസ് എ സ്ട്രോങ് ഫീച്ചർ ആൻഡ് ഹി മസ്റ്റ് ലൈ ഡൗൺ. അതായത് കടുത്ത ക്ഷീണം വളരെ ശ്രദ്ധേയമാണ്. അവരുടെ നാഡീസ്പന്ദനങ്ങൾ വളരെ ദുർബലമാണ്. അത് അങ്ങനെ വന്നിട്ട് ഇയാൾ കിടക്കണം എന്നുള്ള തോന്നുന്നുണ്ടോ, അത് ബാരറ്റാകാർബോണിക്ക പേഷ്യൻറ്റിൽ വളരെ ശ്രദ്ധേയമായിട്ട് വരാം. ഹിസ് വേഴ്സ് സ്റ്റാൻഡിങ് ആൻഡ് സിറ്റിംഗ്, നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും സ്ഥിതി മോശമാകും. കിടക്കുമ്പോഴാണ് ഒരിത്തിരി ആശ്വാസം കിട്ടുന്നത്. ദ വീക്ക്നെസ് ഇസ് വേഴ്സ് ആഫ്റ്റർ ഈറ്റിംഗ്, ആഹാരം കഴിച്ച ശേഷവും സ്ഥിതി മോശമാകും. ആഹാരം കഴിക്കലും വർധനവിന് കാരണമാണ്. ഹിസ് പെയിൻസ് ആർ ബെറ്റർ ഫ്രം മോഷൻ ആൻഡ് ഇൻ ദ ഓപ്പൺ എയർ, അയാളുടെ വേദനകൾ ചലനം കൊണ്ടും തുറസായ വായുവിലും മെച്ചപ്പെടും. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ ആ വ്യക്തിയുടെ കാര്യത്തിൽ നമ്മൾ കൺഫേം ചെയ്തൊരു കാര്യമാണ്. അവർക്ക് നടക്കാൻ കാരണം, മുടിപ്പോശാണെങ്കിലും അവർ നടക്കാൻ കാരണം, ഉച്ച നേരത്തുമൊക്കെ ഞാൻ അവരെ വളരെ ദൂരെ നിന്ന് ഞാൻ നിരീക്ഷിക്കുകയും അവരെ ഇങ്ങനെ സ്റ്റാക്കിംഗ് എന്ന് പറയില്ല, അവരെ പിന്തുടരുകയും ചെയ്തിരുന്നതാണ്. അവരുടെ ഒരു ബിഹേവിയർ മനസ്സിലായി. അവരുടെ വേദനകൾക്ക് ആ നടത്തം കൊണ്ട് തുറസ്സായ വായുവിൽ ഉള്ള അവർ ചില്ലിയാണ് എങ്കിൽ പോലും അവർക്കതിന് അതിൽ നിന്നൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ഹിസ് കംപ്ലൈൻസ് ആർ അഗ്രിവേറ്റ് ബൈ കോൾഡ്, പക്ഷേ വല്ലാതെ തണുത്തു കഴിഞ്ഞാൽ ആ ചില്ലി സ്വഭാവം, ആ അടിയിൽ കിടക്കുന്ന അണ്ടർലൈയിങ് ആ കോൺസ്റ്റിറ്റ്യൂഷൻ അത് ഉയർന്നു വരും. enlarged glands take on tenderness and congestion from being exposed. ഈ കഴുത്തിലും അവിടെയൊക്കെയുള്ള കഴലയിലൊക്കെ ഉള്ള ഗ്രന്ഥി, വയറിലും അരക്കെട്ടിലും ഇടുപ്പിലും ഒക്കെ ഉള്ള ഗ്രന്ഥികൾ അതൊക്കെ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ, തണുപ്പടിച്ചു കഴിഞ്ഞാൽ ടെൻഡറാവും, സ്പർശിച്ചാലൊക്കെ നൊമ്പരം ഉണ്ടാകും. അങ്ങനത്തെ ഒരു അവസ്ഥ വരും. ദ ടോൺസിൽസ് ഗ്രാജുവലി ഇൻക്രീസ്, ഇങ്ങനെ തണുപ്പിടിക്കുന്നുണ്ട് ടോൺസിൽസ് ക്രമേണ വലുതായി വരും. ദ ഗ്ലാൻസ് ഓഫ് ദ നെക്ക് ഇൻക്രീസസ് ഇൻ സൈസ് ആൻഡ് ഹാർഡ്നെസ്, കഴുത്തിലെ ഗ്രന്ഥികൾ വലിപ്പം കൂടുന്നു മാത്രമല്ല അതിൻ്റെ കല്ലിപ്പും അതിൻ്റെ കാഠിന്യം വർദ്ധിക്കുന്നു. ഫ്രം എവറി കോൾഡ് ആൻഡ് ഫ്രം ബിക്കമിങ് ചിൽഡ്, ഓരോ തണുപ്പടിയുടെ സമയത്തും തണുപ്പ് കാലത്തും പൊതുവെ തണുപ്പടിക്കുന്നതുകൊണ്ടും വലുതാകുകയും
കൂടുതൽ കല്ലിക്കുകയും ചെയ്യുന്നു ഗ്രന്ഥികൾ. കൊട്ടേഷനാണ്. സ്വെല്ലിംഗ് ആൻഡ് ഇൻറ്റുറേഷൻ ഓഫ് ഗ്ലാൻസ്, ഗ്രന്ഥികൾ വീക്കം ഉണ്ടാകുന്നു, കല്ലിക്കുന്നു. ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലാൻസ് വിത്ത് ഇൻഫിൽട്രേഷൻ, ഗ്രന്ഥികളിൽ വീക്കം, അവിടെ മറ്റു പലതൊക്കെ വന്നടിഞ്ഞ് അതിൻ്റെ സ്ഥിതി വഷളാകുന്നു. ഇത്രയും കൊട്ടേഷനാണ്. ഇൻഫിൽട്രേഷൻ ബിലോങ്സ് ടു റെമഡി. ഈ ഔഷധത്തിൽ ഇൻഫിൽട്രേഷൻ എന്നുള്ളതുണ്ട്. ഗ്രന്ഥികളിൽ എവിടെയും പല അനാവശ്യ സാധനങ്ങളൊക്കെ ആസ്ഥാനത്തൊക്കെ വന്ന് അടിഞ്ഞ് അവിടെ കുഴപ്പമുണ്ടാക്കുന്നൊരവസ്ഥ. ദ ഗ്ലാൻസ് ബിക്കം ഹാർഡർ ആൻഡ് ഹാർഡർ, അങ്ങനെ ഗ്രന്ഥികൾ കൂടുതൽ കാഠിന്യമുള്ളതായിത്തീരുന്നു. അൾസേഴ്സ് ബിക്കം ഇൻറ്റുറേറ്റഡ് ഇൻ ദെയർ ബേസ്, വ്രണങ്ങളുടെ അതിൻ്റെ അടിഭാഗം കട്ടിയുള്ളതായിരിക്കും. ഈ പറഞ്ഞ കാര്യത്തിൽ ബാബുച്ചേട്ടൻ, എനിക്കത് നിരീക്ഷിക്കാൻ അറിഞ്ഞുകൂടാ, അന്നും അറിയില്ലെന്നും അറിയില്ല, ബാബുച്ചേട്ടൻ അത് കൃത്യമായിട്ട് നിരീക്ഷിച്ച് ഈ ഇൻറ്റുറേറ്റഡ് ഹാർഡ് ബേസ്, അവരുടെ കാലിലുണ്ടായിരുന്ന, ആ മുട്ടിനോട് ചേർന്നുണ്ടായിരുന്ന ആ വ്രണത്തിൻ്റെ അവസ്ഥ ബാബുച്ചേട്ടൻ അങ്ങനെ ഉറപ്പാക്കിയൊരു കാര്യമാണത്. ഓപ്പൺ സർഫസസ് ബിക്കം ഇൻറ്റുറേറ്റഡ് ഇൻ ദെയർ വോൾസ്, തുറസായ പ്രതലങ്ങൾ, തുറസായിരിക്കുന്ന ശരീരഭാഗങ്ങൾ, അതിൻ്റെ ഭിത്തികളിലൊക്കെ ഈ കല്ലിക്കുന്നു, കട്ടിയുണ്ടാകുന്നു. ഇനി കുട്ടികളിൽ മെറാസ്മസ് എന്ന് പറയുന്നൊരവസ്ഥ, ഗ്രഹണി, ഇതൊക്കെ അവരിൽ വന്നുപെടുന്ന ഒരു സാഹചര്യം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ഈ ഔഷധത്തെക്കുറിച്ച് ബാബുച്ചേട്ടൻ്റെ വീട്ടിൽ വെച്ച് ചില സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതിൻ്റെ ഭാഷാപരമായ ഒന്നും ഉണ്ടായിരിക്കാം, അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ പലരും പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. വെൻ എ ചൈൽഡ് ഹാസ് ഓൾമോസ്റ്റ് എനി ഡിസീസ്, ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു ഓൾമോസ്റ്റ് എനി ഡിസീസ്, ഈ പ്രയോഗത്തിനെയൊക്കെ തെറ്റായിട്ട് പലരും മനസ്സിലാക്കും. ഇവിടെ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന അത്രയേ ഉള്ളൂ, എന്തസുഖവും, ഇന്ന അസുഖം എന്നല്ല, കുറച്ച് അസുഖങ്ങൾ ഉദാഹരണം പറയുന്നു, പക്ഷെ അവയല്ലാത്ത ഓൾമോസ്റ്റ് ഏതാണ്ട് എന്തസുഖം വന്നാൽ പോലും സംഭവിക്കുന്ന കാര്യം പറയുന്നത്. ചില ഉദാഹരണം: മീസിൽസ്, അഞ്ചാമ്പനി, സ്കാർലറ്റ് ഫീവർ, ചെമ്പനി, മംസ്, കൊരട്ടിയാത്തം, ഓർ ഈവൻ എ ബാഡ് കോൾഡ്, ഒരു തണുപ്പടിച്ചുണ്ടാകുന്ന ഒരു പ്രശ്നം, വേറൊരു തണുപ്പടിക്കുന്നു, ഒരു മലേറിയൽ അറ്റാക്ക്, അല്ലെങ്കിൽ മലമ്പനിയുടെ ഒരു ബാധ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദ ഡെവലപ്മെന്റ് സീസസ്, ആ കുട്ടിയുടെ വളർച്ച. ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ജനറലായിട്ട് പറയുമ്പോൾ ശാരീരികമാകാം, മാനസികമാകാം, ബൗദ്ധികമാകാം, എങ്ങനെയുമാകാം. ആ വികാസം, സമഗ്ര വികാസം അവിടെ വെച്ച് നിൽക്കുന്നു. ആൻഡ് ഡോർഫിഷ്നസ് റിസൾട്ട്, അതിൻ്റെ ഫലമായി മുരടിച്ച ഈ പറയുന്ന ഡോർഫിഷ്നസ് ഉണ്ടാകുന്നു. അത് മാനസികമാകാം, ശാരീരികമാകാം, രണ്ടും കൂടിയുമാകാം. എ സ്റ്റേറ്റ് ഇൻ വിച്ച് ഹി വാസ് നോട്ട് ബോൺ, ആ കുട്ടി ജനിക്കുമ്പോൾ ഇല്ലാതിരുന്ന അവസ്ഥ അവിടെ ഉണ്ടാകുകയാണ്. ആ ഒരു വെറുമൊരു തണുപ്പടി മൂലമാണെങ്കിൽ പോലും അവിടെ ഉണ്ടാകുകയാണ്. കണ്ടോ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അനുബന്ധമായ ചില കാര്യങ്ങൾ പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഓർത്തിരിക്കണം, അതിനോട് കൂട്ടിച്ചേർന്ന് മനസ്സിലാക്കണം. അയാൾ ജനിച്ചപ്പോൾ ഇല്ലാതിരുന്നൊരു അവസ്ഥ ഉണ്ടാക്കുകയാണ്. ബട്ട് എ സ്റ്റേറ്റ് ദാറ്റ് ഹാസ് അക്വയർഡ്, ഉണ്ടായതാണ്, ആർജിച്ചെടുത്തതാണ്. അതെന്താണത്? അറസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ്. ആ വ്യക്തിയുടെ, ആ കുട്ടിയുടെ വികാസത്തെ അവിടെ തടയിട്ട് പോയി, അവിടെ നിലച്ചു പോയി, ഫ്രോസൺ ആയിപ്പോയി, അറസ്റ്റഡ് ആയിപ്പോയി. ഇറ്റ് ബ്രിങ്സ് ഓൺ അമീസിയേഷൻ ആൻഡ് ഡ്വിൻഡ്ലിംഗ് ഓഫ് ദ ഹോൾ ബോഡി, ശോഷണം, ശരീരത്തിൻ്റെ മൊത്തം ആ ഒരു ശോഷണം സംഭവിക്കുന്നു. ഒറ്റ എക്സെപ്ഷനേ ഉള്ളൂ, എക്സെപ്റ്റ് ദ അബ്ഡമൻ. വയറ് മാത്രം വളർന്നുകൊണ്ടിരിക്കും, വയറ് ഉന്തി വരും, അതൊരവസ്ഥയുള്ളൂ. വിച്ച് ഗ്രാജുവലി എൻലാർജസ്, ക്രമേണ വലുതായി വരുന്നു. ദീസ് ആർ ഫേസസ് നോട്ട് ടു ബി ഓവർലുക്ഡ് ഇൻ ദ വെരി ബിഗിനിങ്. അപ്പോൾ വീണ്ടും ശ്രദ്ധിക്കുക, തുടക്കത്തിലെ നിങ്ങൾ അവഗണിക്കരുതാത്ത കാര്യമാണ്, തുടക്കത്തിലെ അവഗണിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ഇത്തരം അക്യൂട്ട് കണ്ടീഷൻസ് ഒക്കെ വന്ന് ചിലപ്പോൾ സീവിയറായിട്ട് വന്ന് പല ചികിത്സകളൊക്കെ കഴിഞ്ഞ് വന്ന് നിങ്ങളടുത്ത് വരുന്ന കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവരൊരു ഫോളോ അപ്പ്, അവരുടെ പിന്നീട് അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ, വേണ്ടത്ര വളർച്ചയുണ്ടായില്ലോ, അവരുടെ മാതാപിതാക്കളെ നിങ്ങൾ ബോധവൽക്കരിക്കണം. ഇത് ഹോമിയോപാത്സിന് മാത്രം നടത്താവുന്നൊരു ബോധവൽക്കരണമാണ്. വേറെ ആരും ഇങ്ങനത്തെ ഒരു ബോധവൽക്കരണം പ്രതീക്ഷിക്കേണ്ട. കൊടുക്കുന്നവരുണ്ടാകും, ഇല്ലെന്നല്ല, പക്ഷെ ഒരു കടപ്പാടെന്നോണം, ഒരു ഒബ്ലിഗേഷൻ എന്നോണം ഇത് ഹോമിയോപാത്സിന് മാത്രമുള്ളതാണ്. തുടക്കത്തിലെ അവഗണിക്കാൻ പാടില്ലാത്തതാണ്. ബിക്കോസ് ദ സിംറ്റംസ് ഓൺലി ഹെൽപ് ടു എസ്റ്റാബ്ലിഷ് ദിസ് ബേസിസ് ആൻഡ് ദീസ് ട്രബിൾസ് ആൻഡ് ടിഷ്യൂ ചേഞ്ചസ്
കം ഓൺ ആസ് അൾട്ടിമേറ്റ്സ്. കാരണം ഈ ഒരു അടിത്തറയിൽ ഈ ഒരു തണുപ്പടിക്കുക എന്നതുപോലെ അതുമാത്രം മതി. അങ്ങനെയുള്ളൊരു അക്യൂട്ടായിട്ടുള്ളൊരു കണ്ടീഷനിൽ ഉണ്ടാകുന്ന മാറ്റം, ആ തുടക്കം, അവിടെ മാത്രമേ ബാരറ്റ കാർബ് കൊണ്ട് കൃത്യമായൊരു അവസ്ഥ വഷളാകാതെ എസ്റ്റാബ്ലിഷ് ചെയ്യുള്ളൂ. പിന്നീട് വരുന്നത് ടിഷ്യൂ ചേഞ്ചസ് വരുന്നത്, ശോഷണവും വയറുന്തലും മറ്റൊക്കെ വരുന്നത് അൾട്ടിമേറ്റ് കണ്ടീഷൻസ് ആണ്. അതിൻ്റെ അൾട്ടിമേറ്റ്സ് ആണ്, അടിസ്ഥാനപരമായി ഉണ്ടായ മാറ്റത്തിൻ്റെ അൾട്ടിമേറ്റ്സ് ആണ്. അപ്പോൾ അൾട്ടിമേറ്റ്സിലേക്ക് പോയാൽ അവിടെ നമുക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല. പിന്നീട് ഈ ഒരു ഭാഗത്തിൻ്റെ അവസാന ഭാഗത്തായിട്ട് പൊട്ടൻസിയുടെ ഉപയോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെ കെൻ്റ് പൊതുവെ പറയാത്ത കാര്യമാണത്, വളരെ ശ്രദ്ധേയമായിട്ട് കെൻ്റ് അത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അക്യൂട്ട് കണ്ടീഷനിൽ ഇതേപോലെ ഒരു തണുപ്പടിക്കൽ പോലും അതുകൊണ്ട് പോലും ഉണ്ടാകുന്ന കണ്ടീഷനിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ഇമ്മീഡിയറ്റ് ആയിട്ട് ബാരറ്റ കൊടുത്ത് ആ കണ്ടീഷനെ റിവേഴ്സ് ചെയ്ത് നോർമൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാം. അതാണ് ഐഡിയൽ കണ്ടീഷൻ. അവിടെ ഉപയോഗിക്കേണ്ട പൊട്ടൻസികൾ. പിന്നീട് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ചേഞ്ചസ്, ടിഷ്യൂ ചേഞ്ചസ് വന്നു, അവിടെ ഉപയോഗിക്കേണ്ട പൊട്ടൻസികൾ. ബാറ്റ കാർബിൻ്റെ സാധ്യമായ ലഭ്യമായ എല്ലാ പൊട്ടൻസികളും തന്നെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ, പിന്നീട് പ്രിമേച്ചർ ഓൾഡേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, ഞങ്ങൾ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഉപയോഗിക്കേണ്ടി വരുന്നു കെൻ്റ് പറയുന്നത് ഇതുകൂടി വെച്ചുകൊണ്ടാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട ആ സമഗ്ര വികസനം തടസ്സപ്പെട്ട സാഹചര്യത്തിൽ ഉപയോഗിക്കേണ്ട പൊട്ടൻസികൾ ഉണ്ടാകാം. പിന്നീട് അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന റിസൾട്ടൻ കണ്ടീഷൻ, ടിഷ്യൂ ചേഞ്ചസ്, അവിടെയും നമുക്ക് നിരാശപ്പെടേണ്ടതില്ല, അവിടെയും ഉപയോഗിക്കാം. അപ്പോൾ വളരെ പൊട്ടൻസികളുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള നമ്മളെ മാസ്റ്റേഴ്സ് തന്നിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ അതുണ്ട്. അത് നന്നായിട്ട് പഠിച്ച് ഇത്തരം കണ്ടീഷൻസിൽ നിങ്ങൾക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വലിയ ഗുണങ്ങളുണ്ടാകും. അനദർ ഗ്രാൻഡ് ഫീച്ചർ ഇൻ ദിസ് റെമഡി ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ദീസ് തിങ്സ് ടു മോർ അഡ്വാൻസ്ഡ് ഇയേഴ്സ്. ഇനി ആണ് പ്രീമേച്ചർ ഓൾഡേഴ്സ് എന്ന് പറയുന്നത്. ഇത് കുട്ടികളുടെ കാര്യം, ഇനി മുതിർന്നവരിൽ സംഭവിക്കുന്നത്. വി സേ ദിസ് എ ചൈൽഡ്ഹുഡ് സ്റ്റേജ്, ദിസ് എ സ്റ്റേറ്റ് ഓഫ് യൂത്ത് ആൻഡ് അറസ്റ്റഡ് ഡെവലപ്മെന്റ്. അപ്പോൾ നമ്മളിതുവരെ പറഞ്ഞത് ചെറിയ കുട്ടികളുടെ കാര്യത്തിലാണ്. യൗവനം, ഏറി വന്ന യൗവനം, ആ യൗവന പ്രായത്തിൽ അവരുടെ വളർച്ച അവിടെ വെച്ച് നിലച്ചുപോയി. Now, it does not matter whether we have this arrested development in youth, in childhood, or in the advanced stage of 50. 50 വയസ്സെന്ന് പറയുന്ന, അപ്പോൾ ഈ ആ പ്രായങ്ങളെക്കുറിച്ച് കെൻ്റ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. 50 വയസ്സ് അഡ്വാൻസ്ഡ് കണ്ടീഷനാണ്. 50 വയസ്സ് ആ ഒരവസ്ഥയിൽ പോലും ചെറുപ്പത്തിൽ, ബാല്യത്തിൽ, ശൈശവത്തിൽ, ബാല്യത്തിൽ, യൗവനത്തിൽ, അത്തരം കണ്ടീഷൻസ് ഒന്ന്. അതിനുശേഷം വരുന്ന മുതിർന്ന പ്രായത്തിൽ 50 വയസ്സ്. ഫ്രം സം സ്ട്രേഞ്ച് സർക്കംസ്റ്റാൻസസ്, എന്തോ അസാധാരണമായ എന്തോ സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളിലുള്ള ചില സൂചനകൾ പിന്നീട് പറയുന്നുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ യു ആർ നോട്ട് ഏബിൾ ടു ഫാദം, നമുക്ക് അന്വേഷിച്ചറിയാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം നേരത്തെ നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ ഒരു അക്യൂട്ട് കണ്ടീഷൻ പറഞ്ഞു, തണുപ്പടിക്കൽ പോലും ആകാം, മലേറിയ ആകാം, ഇതും ആകാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമുക്ക് തിരഞ്ഞു പിടിച്ച് വി കനോട്ട് ഫാദം ഔട്ട്, അതിനെ തിരഞ്ഞു പിടിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അസാധാരണമായ അജ്ഞാതമായ സാഹചര്യങ്ങളിൽ വി സേ ദ ഇൻഡിവിജ്വൽ ഈസ് ടേക്കിംഗ് ഓൺ ദ അപ്പിയറൻസ് ഓഫ് ഓൾഡ് ഏജ്. ആ വ്യക്തി, അതായത് ഇവിടെ പറയുന്ന അഡ്വാൻസ് ചെയ്യുന്ന 50 വയസ്സിന് ശേഷം ആ വ്യക്തി വാർദ്ധക്യത്തിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങളിൽ ആ വ്യക്തിയിൽ കണ്ടുവരുന്നു. അതും ബാറ്റ കാർബിൻ്റെ പരിധിയിൽ വരുന്നൊരു കേസാണ്. ബാറ്റ കാർബ് ഹാസ് ക്യൂർഡ് ലിങ്കറിംഗ് കംപ്ലൈൻറ്റ്സ് ദാറ്റ് ഹാവ് റിസൾട്ടഡ് ഫ്രം മലേറിയ മുതലുണ്ടാകുന്ന, മുതിർന്നവർക്കുണ്ടാകുന്ന ഓവർ അമിതാധ്വാനം, മെന്റൽ ഓർ ഫിസിക്കൽ, ശാരീരികമോ മാനസികമായിട്ടുള്ള അമിതാധ്വാനം, പ്രൊലോങ്ഡ് മെന്റൽ സ്ട്രെയിൻ, നീണ്ടു നിൽക്കുന്ന മാനസിക പിരിമുറുക്കം, when the appearance of premature old age was a prominent feature. ഇത്തരം കാരണങ്ങളാൽ ഒരു അകാല വാർദ്ധക്യത്തിൻ്റെ ഒരു അവസ്ഥ വളരെ ശ്രദ്ധേയമായി ഒരു വ്യക്തിയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ബാരറ്റ കാർബിനെ കുറിച്ച് ചിന്തിക്കാം. അത് ആകണമെന്നില്ല, ചിന്തിക്കാം. ഓൾഡ് ഏജ് ക്രീപ്സ് അപ്പോൺ ഹിം ടു സൂൺ. അകാല വാർദ്ധക്യം അയാളിൽ വളരെ വേഗത്തിൽ അയാളിലേക്ക് ഇഴഞ്ഞു കയറുന്നു. അയാൾ ക്രീപ്സ് അപ്പം അയാളിലേക്ക് ഇഴഞ്ഞു കയറുന്നു അകാല വാർദ്ധക്യം.
50 വയസ്സുകാരനെ കണ്ടാൽ 70 വയസ്സുകാരനെ പോലെ തോന്നിക്കുന്നു. അപ്പം 57 വയസ്സുള്ള എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു 75 വയസ്സുകാരനെ പോലെ തോന്നിച്ചു കഴിഞ്ഞാൽ അത്തരം അവസ്ഥകളുടെ സാധ്യത ആരായാവുന്നതാണ്. ദർ ഇസ് ബട്ട് ലിറ്റിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ചൈൽഡ്ഹുഡ് ആൻഡ് ഓൾഡ് ഏജ്. അപ്പോൾ ഈ വാർദ്ധക്യവും ശൈശവവും തമ്മിൽ വലിയ വ്യത്യാസമില്ല. സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്ന് പറയില്ലേ, രണ്ടാം ബാല്യം. ആൻഡ് ഹെൻസ് ഓൾഡ് ഏജ് ഈസ് കോൾഡ് സെക്കൻഡ് ചൈൽഡ്ഹുഡ്. ബട്ട് വി ഓൾവേസ് റിഗ്രറ്റ് ടു സീ എ മാൻ അണ്ടർ 70 ബിക്കംസ് ചൈൽഡിഷ്. പക്ഷേ 70 വയസ്സിൽ താഴെയുള്ള ഒരാൾ കുട്ടിത്തമുള്ളതായി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിഷമം തോന്നും. 70 വയസ്സ്, നേരത്തെ 50 വയസ്സ് കഴിഞ്ഞു പറഞ്ഞു, അത് അഡ്വാൻസ്ഡ് ഏജ്, മുതിർന്ന പ്രായം. 70 വയസ്സ് കഴിയുമ്പോൾ പിന്നെ വാർദ്ധക്യം. 70 വയസ്സ് കഴിഞ്ഞ് ഈ പറഞ്ഞ ചൈൽഡ്ഹുഡ് വരാം, നോർമലി വരാം. പക്ഷേ 70 വയസ്സ് താഴെ ഈ ചൈൽഡ്ഹുഡ് കണ്ടു കഴിഞ്ഞാൽ ദാറ്റ്സ് എ റിഗ്രറ്റബിൾ കണ്ടീഷൻ. അപലപനീയമായ, ദുഃഖകരമായ, സങ്കടകരമായ അവസ്ഥയാണ്. അപ്പോൾ 70 വയസ്സ് താഴെയുള്ളവർക്ക് കണ്ടു കഴിഞ്ഞാലും നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. ആൻഡ് യെറ്റ് വി ഡു സീ മെനി ബിക്കമിങ് സിമ്പിൾ ആൻഡ് ചൈൽഡിഷ്. എങ്കിലും 70 വയസ്സ് താഴെയുള്ള പലരും ഒരു കുട്ടിത്തമുള്ളവരായി പെട്ടെന്ന് മാറുന്നു, ബിക്കമിങ് മാറുന്നു, സിമ്പിൾ വളരെ നിസ്സാരക്കാരായിട്ട് മാറുന്നു, ചൈൽഡിഷ് കുട്ടിത്തത്തോടെ പെരുമാറുന്നു. 70 വയസ്സ് താഴെ എന്നൊക്കെ പറഞ്ഞാൽ ഒരു 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 ഗാംഭീര്യത്തിൻ്റെ ഒരു പ്രായമാണ്. ആ പ്രായത്തിൽ കുട്ടിത്തരം കാണിക്കുകയും മണ്ടത്തരം കാണിക്കുകയും ചെയ്ത് എങ്ങനെ ഉണ്ടാവും? ഇറ്റ് ഡസ് നോട്ട് മീൻ മിയർലി ഇംബസിലിറ്റി, ഒരു ഇംബസിലായിട്ടൊരു ബുദ്ധിമാന്യം ഉണ്ടായൊരവസ്ഥ. ബട്ട് ചൈൽഡ് ലൈക്ക് ബിഹേവിയർ, നേരത്തെ ഞാൻ പറഞ്ഞു, ബുദ്ധിമാന്യവും കുട്ടിത്തത്തോടുള്ള പെരുമാറ്റവും, അത് രണ്ടിനെയും വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ബുദ്ധിമാന്യത്തിലുള്ള ഒരു കണ്ണടച്ചു കൊടുക്കാവുന്ന ഒരു ഔഷധമായിട്ട് ബേറ്റ കാർബനെ കാണരുത്. എന്താണെന്ന് കൃത്യമായിട്ടത് മനസ്സിലാക്കണം. ഡൂയിങ് ആൻഡ് സെയിങ് തിങ്സ് ലൈക്ക് എ ചൈൽഡ്, കുട്ടികളെപ്പോലെ കാര്യങ്ങൾ ചെയ്യുകയും കുട്ടികളെപ്പോലെ പറയുകയും ചെയ്യുന്നു. ബുദ്ധിപരമായിട്ട് വളരെ ഉയർന്ന അവസ്ഥയിലുള്ളതാകാം. ഡൂയിങ് ആൻഡ് സെയിങ് തിങ്സ് ലൈക്ക് എ ചൈൽഡ്. സോ ഇൻ പ്രിമച്വർ ഓൾഡ് ഏജ് ദീസ് സിംറ്റംസ് ലീഡ് അസ് ടു തിങ്ക് ഓഫ് ബാറ്റ കാർബ്. അതുകൊണ്ട് ഈ അകാല വാർദ്ധക്യത്തിൽ ഇത്തരം ലക്ഷണങ്ങൾ ബാറ്റ കാർബിനെ കുറിച്ചുള്ള ചിന്തയിലേക്ക് നിങ്ങളെ നയിക്കുന്നു. കണ്ണം പൊട്ടി ബാറ്റ കാർബൺ എടുത്ത് കൊടുത്തേക്കരുന്നേ ഉള്ളൂ, അതിനെക്കുറിച്ച് ചിന്തയിലേക്ക് നയിക്കുന്നു. ചിന്തിക്കണം, ബാറ്റ കാർബിൻ്റെ ജനറൽ കണ്ടീഷൻസ് ഉണ്ടോ, കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയാണോ എന്ന് ചിന്തിക്കണം. മറ്റു ഔഷധങ്ങളും ആകാം. ദ ബാറ്റ കാർബ് ചൈൽഡ് വിൽ ബി സീൻ ഹൈഡിങ് ബിഹൈൻഡ് ദ ഫർണിച്ചർ വിൻ സ്ട്രേഞ്ചേഴ്സ് കമ്മിങ്. ബാറ്റ കാർബ് കുട്ടിയുടെ മറ്റൊരു ഒരു സൂചന പറയുകയാണ്. ഒരു അപരിചിതമായ ഒരു വ്യക്തിയെ കാണുമ്പോൾ, അല്ലെങ്കിൽ എപ്പോഴും കാണാത്ത ഒരാളെ കാണുമ്പോൾ പോയിട്ട് എന്തെങ്കിലും മേശയുടെയോ കസേരയുടെയോ കട്ടിലിൻ്റെയൊക്കെ മറവിൽ അല്ലെങ്കിൽ ബന്ധുക്കളുടെ മറവിൽ പോയി ഒളിച്ചിരിക്കുന്നു. വിൽ ഹൈഡ് ആസ് ഫോർ ഷെയിം ഓഫ് സംതിങ്. എന്തിനെക്കുറിച്ചും ആ കുട്ടി ലജ്ജിക്കുന്നു. ആ കുട്ടി ലജ്ജ തോന്നിയാൽ എന്നതുപോലെ പോയി മറയുന്നു. ഒരു ആസിഫ് അഫ്രൈഡ്, ഭയം തോന്നിയാലെന്ന പോലെ. അപ്പോൾ ഒരു അപരിചിതയെ കാണുമ്പോൾ ലജ്ജയോ ഭയമോ തോന്നിയ എന്ന പോലെ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുന്ന ഒരവസ്ഥ. ഇറ്റ് ഇമാജിൻസ് ഓൾ സോർട്ട് ഓഫ് സ്ട്രെയിൻ തിങ്സ്. അപ്പോൾ ഈ വിചിത്രമായ അസാധാരണമായ കാര്യങ്ങളൊക്കെ കുറിച്ച് ആ കുട്ടി ചിന്തിക്കുന്നു. സാധാരണയായിട്ട് ഒരാൾ വരുന്നു, ബന്ധുക്കളാകാം, വല്ലപ്പോഴും കാണുന്നവരാകാം, അല്ല അപരിചിതരാകാം, ഭിക്ഷാടകരോ വല്ല വഴിയോര കച്ചവടക്കാരോ, അങ്ങനെ ആരെങ്കിലും വരുന്നു. നമ്മളെപ്പോഴും കാണാത്ത പലരെയും കാണുമല്ലോ. അപ്പം അങ്ങനെ കാണുമ്പോൾ ഈ കുട്ടി ചിന്തിച്ചു കൂട്ടുന്നത് ശത്രു വരുന്നെന്നോ അപകടം വരുന്നതൊക്കെ ആയിരിക്കും. അപ്പോൾ ആ കുട്ടിയുടെ ചിന്തകൾ അങ്ങനെ, ആ ചിന്തകൾ നമ്മളൊന്ന് നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. നമ്മൾ അത് അങ്ങനെയൊക്കെ ചിന്തിക്കണം. വാസ്തവത്തിൽ നമ്മുടെ മുന്നിലെത്തുന്ന രോഗിയുടെ ചിന്താലോകത്തേക്ക് നമ്മൾ കടന്നു ചെല്ലണം. അതാണ് ഇൻ്റലിജൻസ് പ്രിസ്ക്രൈബർ എന്നൊക്കെ എൻ്റെ എപ്പോഴും പറയുന്നുണ്ട്. ഇൻ്റലിജൻറ്റ് പ്രിസ്ക്രൈബർ. ഈ ഹോമിയോപ്പതി പഠിക്കുന്നവർ ഇൻ്റലിജൻസിൽ ഒട്ടും കുറവുള്ളവരല്ല. ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളവർ തന്നെയാണ് ഹോമിയോപ്പതി വിദ്യാർത്ഥികൾ, പ്രാക്ടീഷണേഴ്സ്, ഹോമിയോപ്പതി സ്നേഹികളും. ഹോമിയോപ്പതിയെപ്പോലൊരു വിഷയത്തെ സ്നേഹിക്കുന്നവരും വേണ്ടതിൽ സാമാന്യത്തിൽ കവിഞ്ഞ ബുദ്ധിശക്തിയുള്ള ആളുകൾ തന്നെയാണ്. അവർക്ക് കഴിയുന്നൊരു കാര്യമാണ് രോഗികളുടെ വ്യക്തികളുടെ മനോവ്യാപാരങ്ങളിലേക്ക്, അവരുടെ ചിന്താലോകത്തിലേക്ക് കടന്നു ചെല്ലാൻ. ഇങ്ങനെ വരുമ്പോൾ എന്തോ അസാധാരണമായ കാര്യങ്ങൾ ആ വ്യക്തി ചിന്തിച്ചു കൂട്ടിയിട്ടാണ് ഈ പോയി മറയുന്നത്. ആ വ്യക്തിയുടെ മനസ്സിൽ ഭയമോ ലജ്ജയോ ഒക്കെ ഉണ്ടാകുന്നത്. ആ ചിന്താലോകം നമ്മളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരണം. ഇറ്റ് ഇമാജിൻസ് ഓൾ സോർട്ട് ഓഫ് സ്ട്രേഞ്ച് തിങ്സ് ദാറ്റ് ഇറ്റ് ഈസ് ടോക്ഡ് അബൌട്ട്.
ആ കുട്ടിയോട് എപ്പോഴും പറയപ്പെട്ടുള്ള കഥകളിലൂടെയോ മറ്റുമൊക്കെ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ആ ഒരു അപരിചിതയെ കാണുമ്പോൾ ആ കുട്ടി ആ വ്യക്തി ചിന്തിക്കുമായിരിക്കും. ഓർ ലാഫ് ഡറ്റ്, പറഞ്ഞ് കളിയാക്കിയിട്ടുള്ള കാര്യങ്ങൾ. ചിലപ്പോൾ ഒരു കുട്ടിയെ എന്തെങ്കിലും പറഞ്ഞ് കുട്ടിയുടെ ശരീരപ്രകൃതത്തെക്കുറിച്ച്, നിറത്തെക്കുറിച്ച് ഒക്കെ ആ കുട്ടിയെ കളിയായിട്ടെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ ആയിരിക്കും ആ കുട്ടിയുടെ മനസ്സിലേക്ക് വരുന്നത്. ഈ അപരിചിത വരുമ്പോൾ ഈ തന്നിൽ ഉണ്ടെന്ന് മറ്റുള്ളവർ പറഞ്ഞ ആ കാര്യങ്ങൾ അവർ കാണുമോ, തന്നെ വീണ്ടും കളിയാക്കുമെന്ന ചിന്തകളൊക്കെ ആയിരിക്കും ആ കുട്ടിക്ക് വരുന്നത്. അങ്ങനെയാണ് പോകുന്നത്. നമ്മളുടെ ഔഷധങ്ങൾക്ക് ആ ചിന്തകളെ മാറ്റാൻ കെൽപ്പുണ്ട്. അവരെ ആത്മവിശ്വാസത്തിലേക്ക്, ധൈര്യത്തിലേക്ക് നയിക്കാൻ ബാറ്റ കാർബിനെ പോലുള്ള നിരവധി ഔഷധങ്ങൾ കെൽപ്പുണ്ടെന്നുള്ള കാര്യം നമ്മളെപ്പോഴും ഓർക്കണം. ഇറ്റ് ഡസ് നോട്ട് സീം ടു അഡ്വാൻസ്. ഈ കുട്ടി ഒരു വികാസം ഉണ്ടാകുന്നില്ല, ബൗദ്ധികമായ ഒരു അഡ്വാൻസ്മെന്റ്, ഒരു പുരോഗതി ഉണ്ടാകുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് സീം ടു ഡു എനി ഗുഡ് ടു ടീച്ച് ഇറ്റ്. അതിനെ പഠിപ്പിക്കുന്നതുകൊണ്ടൊരു ഗുണമില്ലാന്ന് ചിന്തിച്ചു പോകുന്നു. ഉണ്ടോ? ഗുണമില്ലാന്ന് ചിന്തിച്ചു പോകുന്നു. ഫോർ ഇറ്റ് ഡസ് ദ സെയിം തിങ്സ് ഓവർ ആൻഡ് റിമെയിൻസ് അൺട്രെയിൻഡ്. ഒരു അധ്യാപിക ഒരു ബാറ്റ കാർബ് കുട്ടിയെ പരിശീലിപ്പിക്കുന്നു, എഴുതാൻ പരിശീലിപ്പിക്കുന്നു, വായിക്കാൻ പരിശീലിപ്പിക്കുന്നു, കാര്യങ്ങൾ തിരിച്ചറിയാൻ, കണക്ക് കൂട്ടാൻ പരിശീലിപ്പിക്കുന്നു. പക്ഷേ ആവർത്തിച്ച് പറഞ്ഞിട്ടും ആ പരിശീലനം ആ കുട്ടിയിൽ യേശുന്നില്ല, അൺട്രെയിൻഡ് ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ എന്ത് പറയും? ദ ഈതർ കനോട്ട് കോംപ്രഹെൻഡ്. ഒന്നുകിൽ ആ കുട്ടിക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റുന്നില്ല, ഉള്ളിൽ ഗ്രഹിക്കാൻ പറ്റില്ല. ഓർ ദേ കനോട്ട് മെമ്മറൈസ്. ഒന്നുകിൽ ആ കുട്ടിക്ക് അത് ഓർമ്മയുടെ അറകളിൽ ശേഖരിച്ചു വെക്കാൻ പറ്റുന്നില്ല. ഓർ ദേ കനോട്ട് മെയിൻറ്റെയിൻ എ തോട്ട്. അല്ലെങ്കിൽ ഒരു ചിന്ത അവർക്ക് നിലനിർത്താൻ പറ്റുന്നില്ല. ഒരു അക്ഷരം എഴുതി കാണിക്കുമ്പോൾ ആ അക്ഷരം അധ്യാപികയുടെ വിരലുകൾ, പഠിപ്പിക്കുന്ന വ്യക്തിയുടെ വിരലുകൾ ചലിച്ച രീതി കുട്ടി ഓർത്തിരിക്കണം. ആ ഒരു ഓർമ്മയുടെ പിന്നാലെ കുറച്ചു നേരമെങ്കിലും കുട്ടി പോണം. ആ പോക്ക് നടക്കുന്നില്ല, ആ ചിന്ത നിലനിർത്താൻ പറ്റുന്നില്ല. കനോട്ട് മെയിൻറ്റെയിൻ എ തോട്ട് ട്രെയിൻ, എ തോട്ട് ട്രാക്ക്. അതിന് നിലനിർത്താൻ ആ കുട്ടിക്ക് പറ്റുന്നില്ല. അപ്പൊ 3 കാരണങ്ങൾ പറയുന്നു. ഒന്നുകിൽ ഗ്രഹിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഓർമ്മയിൽ ശേഖരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചിന്തയിൽ ഉറച്ചു നിൽക്കാൻ കുറച്ചു നേരമെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല. ആൻഡ് യു ഗോ ഓവർ ഇറ്റ്. നിങ്ങൾ അതിനെ വീണ്ടും അത് പരിശീലിപ്പിക്കാൻ ശ്രമിക്കുന്നു. ആൻഡ് ദ മദർ വണ്ടേഴ്സ് ഇഫ് ദാറ്റ് ചൈൽഡ് ഈസ് എവർ ഗോയിങ് ടു ലേൺ സംതിങ്. തൻ്റെ കുട്ടി, ഒരു അമ്മയെ സംബന്ധിച്ചോളം ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യം ആ കുട്ടി എന്തെങ്കിലും പഠിക്കുമോ എന്ന് ആ അമ്മ അത്ഭുതപ്പെട്ടു പോകുന്നു. എത്ര പെതറ്റിക്കായിട്ടുള്ള അവസ്ഥയാണ്. ആൻഡ് ദ ടീച്ചർ റിപ്പോർട്ട്സ് ദാറ്റ് ദ ചൈൽഡ് ലാക്സ് കപ്പാസിറ്റി. ടീച്ചർ പറയുന്നു ആ കുട്ടിക്ക് പഠിക്കാൻ കഴിവില്ല എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ആ അധ്യാപകരുടെ ചുമതലയാണ് അവരെ കാര്യങ്ങൾ മാതാപിതാക്കൾ അറിയിക്കുക. നിങ്ങളുടെ കുട്ടിക്ക് പഠിക്കാൻ കഴിവില്ല, ഒന്നുകിൽ കുട്ടിക്ക് ഗ്രഹണശക്തിയില്ല, അല്ലെങ്കിൽ കുട്ടിക്ക് ഓർമ്മ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ കുട്ടി തുടർന്ന് ചിന്തിക്കാൻ, ചിന്തയിൽ കുറച്ച് സമയം ഉറച്ചു നിൽക്കാൻ കുട്ടിക്ക് സാധിക്കുന്നില്ല, കപ്പാസിറ്റി ഇല്ല എന്ന് പറയും. എത്രയോ ദുഃഖകരമായ ഒരു അവസ്ഥയാണത്. ദ ടീച്ചർ കനോട്ട് കോംപ്രഹെൻഡ്. ആ ടീച്ചർക്ക് ആ ഒരു അവസ്ഥയെ മനസ്സിലാകുന്നില്ല. ഇന്ന് പഴയ കാലമാണല്ലോ, ഇന്നത്തെ കാലത്ത് കുറേയൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. അധ്യാപകർ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങൾക്ക് ഇന്നുണ്ട്. ദ മദർ കനോട്ട് കോംപ്രഹെൻഡ്. അമ്മയ്ക്ക് അത് മനസ്സിലാവുന്നില്ല. ഇനി പറയുന്ന കാര്യം ഹോമിയോപാസിന് എവിടെയും ഉയർത്തിക്കാണിക്കാവുന്ന ഒരു വാചകം കെന്റ് പറയുന്നുണ്ട്. ബട്ട് ദ ഹോമിയോപ്പതി ഫിസീഷ്യൻ ഷുഡ് നോ ഓൾ അബൌട്ട് ഇറ്റ് അറ്റ് വൺസ്. ഒരു ഹോമിയോപ്പതിക് ഫിസീഷ്യൻ, ഒരു ഹോമിയോപാത്ത് ഇത്തരം കാര്യങ്ങൾ അറ്റ് വൺസ്, അപ്പം മനസ്സിലാക്കണം, തൽക്ഷണം മനസ്സിലാക്കണം. ഇതിന് പിന്നിൽ എന്തോ കാര്യമുണ്ട്. മനസ്സിലാക്കണമെന്നൊക്കെ എൻ്റെ പറയാൻ കാരണം, നിങ്ങൾ ചോദിക്കണം, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പിന്നെയാണോ, ഒരു തണുപ്പടിച്ചാൽ പിന്നെയാണോ, ഒരു തലവേദന ഉണ്ടായാൽ പിന്നെയാണോ, ഒരു പനി വന്നതിൽ പിന്നെയാണോ ഈ അവസ്ഥ വന്നത് എന്ന് ചോദിക്കണം. അപ്പോൾ ഒരു ഹോമിയോപ്പതിക് ഫിസീഷ്യൻ്റെ ഒരു നില എന്ന് പറയുന്നത് അധ്യാപകരുടേക്കാളും മാതാപിതാക്കളുടെക്കാളും കൂടി അതിനേക്കാളും ഉയർന്നതാണ്. അധ്യാപകരുടെ പോട്ടെ, ഒരു കുട്ടിയെ സംബന്ധിച്ചോളം ഏറ്റവും വലുത് അവരുടെ മാതാപിതാക്കളാണ്. അതിന് മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഒരേ തലത്തിൽ അതിനെ കാണാം, ദൈവത്തിൻ്റെയൊക്കെ അവസ്ഥ തുല്യനിലയിൽ. അതിനേക്കാളും ഉയർന്നതാണ് ഒരു ഹോമിയോപാത്തിൻ്റെ നില, ഹോമിയോപാത്തിൻ്റെ മഹത്വത്തിലേക്ക് വരികയുള്ളൂ. ഞാൻ ഈ വിഷയമായിട്ട് യാദൃശ്യമായിട്ടാണെങ്കിലും പരിചയപ്പെട്ട ഇടവന്നതിൽ അതിൻ്റെ ജീവൻ രക്ഷിച്ചു എന്നുള്ളൊരു കാര്യം. രണ്ടാമതായി എനിക്ക് അത്യധികമായ അഭിമാനവും
ആഹ്ലാദവും അന്നും ഇന്നും എക്കാലവും തോന്നിക്കുന്ന ഒരു കാര്യമാണത്. ബട്ട് ദ ഹോമിയോപ്പതി ഫിസിഷ്യൻ ഷുഡ് നോ ഓൾ അബൌട്ട് ഇറ്റ് അറ്റ് വൺസ്. ഇഫ് ഹി നോസ് ഹിസ് മെറ്റീരിയ മെഡിക്ക, ഹി ഷുഡ് ബി വെൽ അപ്പ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് എ ഫീബിൾ ചൈൽഡ്. അയാൾക്ക് മെറ്റീരിയ മെഡിക്ക നന്നായിട്ട് അറിയാമെങ്കിൽ ആ കുട്ടിയുടെ വികാസത്തിൽ അയാൾക്ക് വലിയൊരു പങ്ക് വഹിക്കാൻ സാധിക്കും. അപ്പോൾ എന്താണ് കണ്ടീഷൻ? ഹോമിയോപാത്ത് ആ വ്യക്തിയുടെ ഉന്നതമായ സ്ഥാനം, അയാളുടെ മഹത്വം അത് കാത്തു സൂക്ഷിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? മെറ്റീരിയ മെഡിക്ക നന്നായി അറിയണം. മെറ്റീരിയ മെഡിക്ക നന്നായി അറിയാൻ സഹായിക്കുന്ന നിരവധി മാർഗങ്ങളിലൊന്നാണ് ഈ പുസ്തകം. അപ്പോൾ മെറ്റീരിയ മെഡിക്കയെ നന്നായി അറിയുക എന്നുള്ളതാണ് ഒരു ഹോമിയോപാത്ത് അയാളുടെ മഹത്വത്തിൽ നിലനിൽക്കാൻ, മഹത്വത്തിലേക്ക് എത്തിച്ചേരാൻ അയാൾക്കുള്ള ഒരേ ഒരു വഴി അത് മാത്രമാണത്. ദോസ് ഹു ആർ ഗോയിങ് ടുവേഴ്സ് റിക്കറ്റ്സ്. അപ്പോൾ ഏതുതരം കുട്ടികളെയാണ് റിക്കറ്റ്സിലേക്ക്, അസ്ഥിയും മറ്റുമൊക്കെ മുരടിച്ച അവസ്ഥയിലേക്ക്? ഹു ആർ ഫീബിൾ, വളരെ ശോഷിച്ച കുട്ടികളെ. ഹു ആർ ഓൾവേസ് ഡിപ്പെൻഡിങ് ഓൺ സംബഡി, എപ്പോഴും ആരെങ്കിലും ആശ്രയിക്കുന്ന കുട്ടികൾ, എപ്പോഴും ആരെങ്കിലും ആശ്രയിക്കേണ്ട കുട്ടികൾ. ഇത്തരം കുട്ടികളുടെയൊക്കെ ഡെവലപ്മെന്റിൽ ഹോമിയോപാത്സിന് മാതാപിതാക്കളെക്കാളും അധ്യാപകരെക്കാളും വലിയ ഉന്നതമായൊരു പങ്കുണ്ട്. ആ പങ്ക് വഹിക്കാൻ പ്രാപ്തരാക്കുന്നത് മെറ്റീരിയ മെഡിക്കയ്ക്കുള്ള ജ്ഞാനമാണ്. അപ്പോൾ ആരെങ്കിലൊക്കെ ആശ്രയിക്കേണ്ടി വരും. എപ്പോഴും ആശ്രയിക്കേണ്ടി വരുന്നു. ഞാൻ അവിടെ അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കറുത്ത മഷിപ്പേനോട് ഞാൻ അടിവരയിട്ടുണ്ട്. എനിക്കപ്പോൾ സൈരീഷയെ ഓർമ്മ വന്നു. സൈരീഷയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ കരുത്ത് കൊടുക്കുന്നത് ഒരു കതിർമണിയുടെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് എന്ത് പറയുന്നുണ്ട്? ഒരു കതിർമണി, ഗോതമ്പിൻ്റെയോ നെല്ലിൻ്റെയോ കതിർമണി നിവർന്നു നിൽക്കുന്നത് അതിലുള്ള സിലിക്കയാണ്. ആ സിലിക്കയുടെ അഭാവം ആ കതിർമണിയുടെ വളയിപ്പിക്കും, അതിന് ബലം കിട്ടില്ല. അതുപോലെ ഒരു വ്യക്തിത്വത്തിന് കരുത്ത് കൊടുക്കുന്നത് സിലിക്കയാണ്. അതിൻ്റെ പോരായ്മ മാനസിക ബലം, ശാരീരിക ബലം ഇല്ലാതാക്കുമെന്ന് സൈരീഷയിൽ പറയുന്നുണ്ട്. ബാബുച്ചേട്ടനൊരു രോഗിയുണ്ടായിരുന്നു. അത് മന്ദബുദ്ധി എന്ന് പറയുന്ന ഒരു മെന്റലി റിട്ടാർഡ് കുട്ടിയായിരുന്നു. ആ കുട്ടിക്ക് ബാബുച്ചേട്ടൻ സൈലീഷ്യ കൊടുത്തുകൊണ്ടിരുന്നത്. സൈലീഷ്യ പൊട്ടൻസിലേക്കൊന്നും പോയില്ല, ബയോകെമിക്കൽ കൊടുത്തുകൊണ്ടിരുന്നു. ബാബുച്ചേട്ടൻ മരിക്കുവോളം അത് കൊടുത്തുകൊണ്ടിരുന്നു. അത് വലിയ കുഴപ്പമില്ലാതെ മാനേജബിൾ കണ്ടീഷനിൽ, ഫിറ്റഡ് ഓൺലി ഫോർ മീനിയൽ പ്ലേസസ്. അപ്പോൾ ഈ കുട്ടികളെ കുറിച്ച് പറയുക, ഇങ്ങനെ എപ്പോഴും ആരെങ്കിലും ആശ്രയിക്കേണ്ടുന്ന ഫീബിളായിട്ടുള്ള റിക്കറ്റ് അവസ്ഥയിലേക്ക് പോകുന്ന, അസ്ഥി മുരടിപ്പിലേക്ക് പോകുന്ന കുട്ടികൾ, അവരുടെ ഭാവി എന്തായിരിക്കും? എന്താണ്? വളരെ താഴ്ന്ന സാഹചര്യങ്ങളിൽ മാത്രം ജീവിക്കാൻ നിർബന്ധിതരായി തീരുന്ന അവസ്ഥകൾ. ഒരു ജോലിയാണെങ്കിൽ ആരെങ്കിലും സഹായിക്കേണ്ട ജോലികൾ, ആരെങ്കിലും സഹായിച്ച് മാത്രം ജീവിക്കേണ്ട ആളുകൾ. അപ്പം അങ്ങനെ മീനിയൽ പ്ലേസിൽ മാത്രം ജീവിക്കാൻ, അവിടെ കെട്ടിയിടപ്പെടാൻ വിധിക്കപ്പെട്ടവരായിരിക്കും അവർ. അങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്നും അവരെ മോചിപ്പിച്ച് അവരെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ ഹോമിയോപ്പതിക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഹോമിയോപാത്തിനെ ഈ കുട്ടികളുടെ മാതാപിതാക്കളെക്കാളും അധ്യാപകരെക്കാളും ഉയർന്നൊരു തലത്തിലാണ് ഹോമിയോപാത്സ് ഉള്ളതെന്നൊക്കെ എൻ്റെ പറയുന്നത്. എത്ര മഹത്തരമായ ഒരു ദൗത്യമാണ് ഹോമിയോപ്പതി പ്രാക്ടീഷണേഴ്സിനെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഓർക്കുക. The homeopathy physician does well when he trots the little Johnnies and the little Susies on his knees and takes a good fair observation of their ability and of what they lack and understands how to build up what is lacking. അപ്പോൾ എൻ്റെ വളരെ മനോഹരമായിട്ട് തുറന്നു പറയുകയാണ്, ഒരു ഹോമിയോപ്പതി ഫിസീഷ്യൻ അയാളുടെ പ്രവൃത്തി നന്നായിട്ട് ചെയ്യുന്ന എപ്പോഴാണ്? എപ്പോഴും നന്നായിട്ട് ചെയ്യുന്നത് ചെറിയ ശിശുക്കളായിരിക്കുമ്പോൾ, ലിറ്റിൽ ജോണീസ് ആൻഡ് ലിറ്റിൽ സൂസീസ്, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരിങ്ങനെ മുട്ടിലെഴിഞ്ഞ് നടക്കുന്ന സമയം, അവർ ചിലപ്പോൾ എഴുന്നേറ്റ് നടക്കേണ്ട സമയമായിരിക്കാം, മുട്ടിലെഴിഞ്ഞ് നടക്കുകയാണ്. അവരെന്താ ചെയ്യേണ്ടത്? ഫെയർ ഒബ്സർവേഷൻ ഓഫ് ദിയർ എബിലിറ്റി, അവരുടെ കഴിവുകൾ, അവരുടെ പ്രായത്തിനൊത്ത കഴിവുകളുണ്ടോ എന്ന് നല്ലൊരു നിരീക്ഷണം നടത്തുന്നു. നല്ല നിരീക്ഷണം. ആൻഡ് ഓഫ് വാട്ട് ദ ലാക്ക്, ആ നിരീക്ഷണത്തിൽ നിന്നും അവർക്ക് ഉള്ള പോരായ്മ എന്താണെന്ന് മനസ്സിലാക്കുന്നു. ആൻഡ് അണ്ടർസ്റ്റാൻഡ്സ് ഹൗ ടു ബിൽഡപ്പ്, അവരെ എങ്ങനെ വികസിപ്പിച്ചെടുക്കാം എന്ന് അയാൾ ഗ്രഹിക്കുന്നു, മനസ്സിലാക്കുന്നു. വാട്ട് ഈസ് ലാക്കിംഗ്, ആ കുട്ടികളിലുള്ള കുറവുകളെ മനസ്സിലാക്കി കൊടുക്കുന്നു. ആ കൊടുക്കുന്ന ബേറ്റ കാർബാകാം, സൈലീഷ്യാകാം, കൽക്കറി കാർബാകാം, അങ്ങനെ സൾഫർ ആകാം, അങ്ങനെ നേരത്തെ പറഞ്ഞിട്ടുള്ള പല ഔഷധങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബോറാക്സ്, എത്ര ഔഷധങ്ങളാകാം. അതൊക്കെ നിരീക്ഷണം, ശിശുക്കളെ നിരീക്ഷിച്ചു, അവരുടെ പോരായ്മ മനസ്സിലാക്കി,
അവർക്കെന്താണ് കുറവുള്ളതെന്ന് മനസ്സിലാക്കി ആ ഡോക്ടർക്കുള്ള മെറ്റീരിയൽ മെഡിക്കലുള്ള ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ കൃത്യമായ ഔഷധം കണ്ടെത്തി കൃത്യമായ പൊട്ടൻസിയിൽ കൃത്യമായ ഇടവേളകളിൽ ചിലപ്പോൾ ഒരു ഡോസ് മതിയാകുമായിരിക്കും അങ്ങനെ കൊടുക്കുക. അതാണ് അതിൻ്റെ കാര്യം. ഇത്ര മനോഹരമായിട്ടാണ് കാര്യങ്ങളൊക്കെ എന്ത് പറയുന്നത്. ഈസ് നോട്ട് ദാറ്റ് ഇൻ ഇറ്റ് സെൽഫ് വർത്ത് വർക്കിംഗ് ഫോർ. ഈ ഒരു അവസ്ഥയിൽ പ്രവർത്തിക്കുക എന്നത് മഹത്തരമല്ലേ? അതൊക്കെ എനിക്ക് ചോദിക്കുന്നത്. ആ അവസ്ഥ തന്നെ അതിൽ പ്രവർത്തിക്കാൻ ഒരു ഹോമിയോപാത്തിനെ പ്രേരിപ്പിക്കുന്നില്ലേ? അതിൽ പ്രവർത്തിക്കുന്നത് ഹോമിയോപാത്തിനെ സംബന്ധിച്ചോളം മഹത്തരമല്ലേ? കാരണം മാതാപിതാക്കൾക്കും അധ്യാപകർക്കും കഴിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇറ്റ് റിക്വയർസ് ഓൾ ഓഫ് ദ പൊട്ടൻസീസ്. ഇനിയാണ് പൊട്ടൻസികൾ പറയുന്നത്. എല്ലാ പൊട്ടൻസികളും ആവശ്യം വരും, ലഭ്യമായ എല്ലാ പൊട്ടൻസികളും ആവശ്യം വരും. ദാറ്റ് ഹാവ് എവർ ബീൻ മെയ്ഡ് ടു മാസ്റ്റർ കോൺസ്റ്റിറ്റ്യൂഷൻസിനെ, സ്ഥായിയായ അവസ്ഥകളെ നേരിടുന്നതിന് തയ്യാറാക്കപ്പെട്ടിട്ടുള്ള എല്ലാ പൊട്ടൻസികളും വേണ്ടിവരും. ശിശുക്കളിൽ ഈ പറയുന്ന അക്യൂട്ട് കണ്ടീഷൻ ഉണ്ടായ ഉടനെ കുറച്ച് വൈകി ടിഷ്യൂ ചേഞ്ചസ് വന്ന ശേഷം മുതിർന്നവരിൽ ഒരു 50 വയസ്സുള്ളവരിൽ പെട്ടെന്ന് അകാല വാർദ്ധക്യം വരുമ്പോൾ, 70 വയസ്സ് കഴിഞ്ഞ ഒരു ചൈൽഡിഷ്നെസ് വരുമ്പോൾ, ഇങ്ങനെ ബീറ്റ കാർബിൻ്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളൊക്കെ, അപ്പോഴത്തെ സാഹചര്യങ്ങൾ രോഗത്തിൻ്റെ ആഴമൊക്കെ നോക്കി ലഭ്യമായ എല്ലാ പൊട്ടൻസികളും ഉപയോഗിക്കേണ്ടി വരും. അതൊരു മുന്നറിയിപ്പാണ്. കെൻ്റ് പൊതുവെ പറയാത്ത പൊട്ടൻസികളെ കുറിച്ച് കെൻ്റ് പൊതുവെ അങ്ങനെ പറയാറില്ല. ഇവിടെ അങ്ങനെ പറയുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാത്തരം പൊട്ടൻസികളും വേണ്ടി വരും. അപ്പോൾ അത് കൃത്യമായിട്ട് പൊട്ടൻസികളുടെ യൂസേജിനെ കുറിച്ച് മാസ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ഓർഗനിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ഒരുപാട് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. അവയെക്കുറിച്ചൊക്കെ ശരിക്കും മനസ്സിലാക്കി അത് കൊടുക്കുക. സം വിൽ റിക്വയർ മീഡിയം പൊട്ടൻസി, ചിലർക്ക് മീഡിയം മധ്യനിരയിലുള്ള പൊട്ടൻസികൾ. ഇപ്പോൾ 30 അതിനൊക്കെ മധ്യനിരയിലുള്ള പൊട്ടൻസി. സം വെരി ലോ, വളരെ താഴ്ന്ന സെന്റസിമിലൊക്കെ വളരെ താഴ്ന്നത്. സം വെരി ഹൈ, ചിലതിൽ വളരെ ഉയർന്ന പൊട്ടൻസികൾ വേണ്ടി വരും. ലെറ്റ് us not deprive our little ones. നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ ശിശുക്കൾക്ക് അവർ കിട്ടാൻ അർഹിക്കുന്ന ഒന്ന് അവർക്ക് കൊടുക്കാതിരിക്കരുത്. ഒരു അഭ്യർത്ഥനയാണ്. നമ്മുടെ കുട്ടികൾ, നമ്മുടെ ശിശുക്കളിൽ, നമ്മുടെ പൈതങ്ങൾക്ക് അവർക്ക് വേണ്ടത് നിങ്ങൾ കൊടുക്കാതിരിക്കരുതേ. എനിത്തിങ് തന്നെ, അവർക്ക് ആവശ്യമുള്ള ഒന്നും അവർക്ക് കിട്ടാതിരിക്കരുതേ. അവർക്ക് വേണ്ടുന്ന ഭക്ഷണം, അവർക്ക് വേണ്ട പരിചരണമൊക്കെ മാതാപിതാക്കൾ കൊടുക്കും, പരിശീലനം അധ്യാപകർ കൊടുക്കും. പക്ഷെ അവർക്ക് വേണ്ടുന്ന ഇത്തരം അവരുടെ ജീവന്റെ വികാസത്തിന് വേണ്ടുന്ന കൊടുക്കാൻ ഹോമിയോപാത്തിന് മാത്രമേ സാധിക്കൂ. അത് നിങ്ങൾ കൊടുക്കാതിരിക്കരുതേ എന്നൊക്കെ എൻ്റെ അഭ്യർത്ഥിക്കുകയാണ്. ഓൺലി സോ വി ലുക്ക് ഫോർ ടു ദ ഹയസ്റ്റ് യൂസ്. നമ്മൾ ഹോമിയോപ്പതിയുടെ ഉന്നതമായ പ്രയോഗങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. ഹോമിയോപ്പതിയെ കൂടെ താഴ്ന്ന നിലയിലുള്ള വെറുതെ ഒരു പനി മാറ്റി, ചുമ മാറ്റി, തലവേദന മാറ്റി, അതല്ല. ഹോമിയോപ്പതി ഉന്നതമായ പ്രയോഗങ്ങളെക്കുറിച്ച്, ഓർഗന്റെ ആദ്യ വാചകമില്ലേ, ആദ്യ അഫർസം ഓർക്കുക, ഹയർ പർപ്പസ് ഓഫ് ലൈഫ്. ജീവന്റെ ഉന്നതമായ ആദർശങ്ങൾ കരഗതമാകാൻ മാനവരാശിയെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് ഏതൊരു ഹോമിയോപാത്തിൻ്റെയും ആത്യന്തികമായ കടമ. അതിനുള്ള കഴിവവർക്കുണ്ട്, കഴിവ് നിങ്ങൾക്കുണ്ട്. നമ്മുടെ ഹോമിയോപ്പതി ഔഷധങ്ങളിൽ അതിനുള്ള കഴിവ് അന്തർലീനമായിട്ടുണ്ട്. ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഹോമിയോപ്പതിയുടെ തത്വങ്ങളും ഹോമിയോപ്പതിക്ക് മെറ്റീരിയൽ മേടിക്കുകയും ശരിയായ രീതിയിൽ ഗ്രഹിക്കുക. അതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. ടു ഡെവലപ്പ് ദം ഇൻ ദിയർ ഫുള്ളസ്റ്റ് കപ്പാസിറ്റി. ഹയർ പർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് വേറൊരു വാക്കുകൾ കെന്നിലൂടെ പറയാണ്, ഫുള്ളസ്റ്റ് കപ്പാസിറ്റി. അവരുടെ കാര്യപ്രാപ്തിയുടെ പൂർണ്ണത, ഒരു മനുഷ്യന്റെ കാര്യശേഷികളുടെ പൂർണ്ണത, ആ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഹോമിയോപ്പതി കൊണ്ട് സാധിക്കും. അതിന് വേണ്ടത് ഹോമിയോപ്പതിക് ഫിലോസഫിയിലുള്ള അടിസ്ഥാന തത്വങ്ങളിലുള്ള ഉറച്ച ബോധ്യം. നമുക്കിതിൻ്റെ തുടർന്നു വരുന്ന ഭാഗങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.